കായലിനും കടലിനും നടുവിൽ ഒരു ക്ഷേത്രം. ഇതാണ് പ്രസിദ്ധമായ അഷ്ടമുടിക്കായൽ. ക്ഷേത്രം വകയായ ഈ ജങ്കാറിൽ കയറി വേണം ദേവീനടയിലെത്താൻ. ക്ഷേത്രത്തിൻ്റെ മറുവശത്ത് കടലാണ്. കണ്ടില്ലേ തിരയടിക്കുന്ന ഈ അറബിക്കടൽ? ഈ നിൽക്കുന്നവരെല്ലാം ക്ഷേത്രദർശനത്തിന് എത്തിയവരാണ്. ഈ ക്ഷേത്രം ഏതാണെന്നല്ലേ? ഇതാണ് പ്രസിദ്ധമായ കാട്ടിൽ മേക്കത്തിൽ ക്ഷേത്രം. അതായത് പേരുകേട്ട മണികെട്ടമ്പലം. വെള്ളത്താൽ ചുറ്റപ്പെട്ട മനോഹരമായ ഈ ക്ഷേത്രം ഭക്തവത്സലയായ ഭദ്രകാളി അമ്മയുടെ ഇരിപ്പിടമാണ്. തന്നെ തേടിയെത്തുന്നവർക്ക് ചോദിക്കുന്നതെല്ലാം നൽകുന്നൊരമ്മ. വിളിച്ചാൽ വിളിപ്പുറത്തെത്തുന്ന അമ്മയാണ് ഇവിടെയുള്ളതെന്ന് അനുഭവസ്ഥർ പറയുന്നത്. ധാരാളം പ്രത്യേകതകളുള്ള ഒരു ക്ഷേത്രമാണിത്. ആഗ്രഹ സാഫല്യത്തിനായി മണി കെട്ടുന്ന ചടങ്ങുള്ളത് ഈ ക്ഷേത്രത്തിലാണ്. ശ്രീകോവിലിനുള്ളിൽ നിന്നും പൂജിച്ചു തരുന്ന മണി ചുറ്റമ്പലത്തിന് പുറത്ത് പ്രദക്ഷിണ വഴിയിലുള്ള ആൽമരത്തിൽ 7 വലയം വെച്ചതിന് ശേഷം ഭക്തിപൂർവം കെട്ടുന്നു. മണി കെട്ടിയാൽ ഏതാഗ്രഹവും സാധിക്കുമെന്നാണ് വിശ്വാസം. പഞ്ചതീർത്ഥങ്ങളെ അനുസ്മരിപ്പിക്കുന്ന 5 കിണറുകൾ ഈ ക്ഷേത്രത്തിലുണ്ട്. അതിലൊന്ന് ക്ഷേത്രത്തിനകത്താണ്. കടൽ അടുത്താണെങ്കിലും കിണറിലെ വെള്ളത്തിന് ഒട്ടും ഉപ്പുരസമില്ല. ക്ഷേത്ര ദർശനം കഴിഞ്ഞാൽ അന്നദാന മണ്ഡപത്തിൽ കഞ്ഞിയും പയറും നമുക്ക് ലഭിക്കും. അമ്മയുടെ ഈ പ്രസാദത്തിന് വല്ലാതൊരു രുചിയാണ്. അമ്മ സ്നേഹത്തോടെ നമ്മളെ ഊട്ടുകയാണ്. ആഗ്രഹം പൂർത്തിയായവർ ഇവിടെ പൊങ്കാല അർപ്പിക്കുന്നു. നിത്യവും പൊങ്കാലയുള്ള ഒരു ക്ഷേത്രമാണിത്. വൃശ്ചിക മാസത്തിലാണ് ഇവിടുത്തെ പ്രധാന ഉത്സവം. ഉത്സവ സമയത്ത് ഇവിടെ കുടില് കെട്ടി 12 നോമ്പെടുക്കുന്നത് മറ്റൊരു പ്രത്യേകതയാണ്. അതിനുവേണ്ടി മുൻകൂട്ടി ക്ഷേത്രത്തിൽ ബുക്ക് ചെയ്യേണ്ടതാണ്. ഒരുപാട് പ്രത്യേകതയുള്ള ഈ ക്ഷേത്രം സ്ഥിതി ചെയ്യുന്നത് നാഷണൽ ഹൈവേയിൽ കൊല്ലം കരുനാഗപ്പള്ളി റൂട്ടിൽ ശങ്കരമംഗലത്തിനടുത്ത് പന്മലയിലാണ്. ആയിരക്കണക്കിന് ഭക്തജനങ്ങളാണ് ഓരോ ദിവസവും ഈ ക്ഷേത്രത്തിൽ എത്തിച്ചേരുന്നത്. ക്ഷേത്രദർശനം മാത്രമല്ല, പ്രകൃതിയുടെ മടിത്തട്ടിലേക്കുള്ള ഒരു യാത്ര കൂടിയാണിത്. ഒന്ന് വന്നവർ വീണ്ടും വീണ്ടും വരാൻ ആഗ്രഹിക്കുന്ന ഒരു സ്ഥലം. അമ്മ വിളിക്കുമ്പോൾ വരാതിരിക്കാൻ ആർക്ക് പറ്റും?